ഈ ഉമ്മൻചാണ്ടിയുടെ വേറെ ശൈലിയാണ്. ഉമ്മൻചാണ്ടി എപ്പോഴും കാരുണ്യത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഒരു സംഭവമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഇത് എവിടെ ദുഃഖമുണ്ടോ അവിടെ ഉണ്ട്. സ്ത്രീകളെ നയിട്ട പോലീസുകാർ കൂടി ബലാത്സംഗം ചെയ്തു എന്നറിഞ്ഞപ്പോൾ അപ്പോൾ അപ്പം തന്നെ 1 മണിക്ക് തന്നെ ഇവിടെ ഡ്രൈവറെ കൊണ്ട് പഠിപ്പിച്ച് ആലപ്പുഴ ചെല്ലുന്നു. അവരെ VS കുറിച്ച് പറയുന്നത് വെട്ടിനിരത്തലിൻ്റെ ആളെന്നാണ്. പക്ഷേ അദ്ദേഹം നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വാഴ വെട്ടിനിരത്തി അത് ശരിയാണ്, പക്ഷേ അതാണ് കാർക്കശ്യത്തിൻ്റെ നിലപാട്. ഓരോന്നിനും ഓരോ കാലഘട്ടം ഉണ്ടെന്ന് പറയും പോലെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു കാലഘട്ടം ഏകദേശം അവസാനിച്ചു. കാരണം ആ VS പോയതുകൊണ്ടല്ല, ഇനി പഴയതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് ഈ തൊഴിലാളി വർഗ സർവാധിപത്യ ആശയത്തിനൊന്നും ഇന്ത്യയിൽ കേരളത്തിനോട് ഈ മുഖ്യമന്ത്രിയായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ മുഖ്യമന്ത്രി സ്വഭാവത്തിൽ പരുക്കനല്ല, പക്ഷേ അകത്ത് ഒരുപാട് പരിക്കുള്ള പരുക്കൻ ഇതാണ്, പ്രവൃത്തിയിലൊക്കെ ഒരുപാട് പരിക്കുള്ള. നമസ്കാരം. കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ വിടവാങ്ങിയിരിക്കുകയാണ്. 102-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിനൊപ്പം സേവനമനുഷ്ഠിച്ച എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഇന്ന് മറുനാടനൊപ്പം ചേരുകയാണ് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ജലവിഭവ ഡയറക്ടർ ആയിരുന്ന ശ്രീ ഡോക്ടർ V സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന 2 അക്ഷരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വലിയൊരു CPM നേതാവ് VS അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്? അദ്ദേഹവുമായുള്ളൊരു ബന്ധത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് താങ്കൾ? ഞാൻ എൻ്റെ ബന്ധം വച്ചിട്ട് പുറകോട്ട് പോകാം. ഞാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്റ്റേറ്റ് മാനേജറും ഡയറക്ടറുമായിരുന്നപ്പോഴാണ് വാട്ടർ പോളിസി വരുന്നത്. സംസ്ഥാനത്ത് ആദ്യത്തെ വാട്ടർ പോളിസിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോളിസിയാണ് കേരളത്തിൽ വന്നത്. അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ. ചെയർമാൻ K. ജയകുമാർ IAS ആയിരുന്നു. പിന്നെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള NK പ്രേമേന്ദ്രനായിരുന്നു മന്ത്രി. അന്ന് ഇടതുപക്ഷത്തിൽ, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. ആ സമയത്ത് വളരെ വിപുലമായൊരു വാട്ടർ പോളിസി നമ്മളുണ്ടാക്കി. അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, അതിനുശേഷവും പിന്നെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. അപ്പോൾ ആ വാട്ടർ പോളിസി NK പ്രേമേന്ദ്രൻ്റെ വലിയ ഒരു മുൻതൂക്കാൻ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് വന്നത്. അന്ന് നമ്മളെല്ലാവരെയും ഈ CR നീലകണ്ഠനെ പോലെയുള്ള എല്ലാ പരിസ്ഥിതിവാദികളെയും ഗവൺമെൻറ്റിനെയൊക്കെ എപ്പോഴും വിമർശിക്കുന്ന ആളുകളൊക്കെ ആണല്ലോ അവരെല്ലാം വിളിച്ചുകൂട്ടി നമ്മൾ വലിയൊരു സമ്മേളനം നടത്തി കനകക്കുന്നിൽ. ആ സമ്മേളനത്തിൽ സാധാരണ ഇതുപോലത്തെ സമ്മേളനം നടക്കുമ്പോൾ മന്ത്രിമാർ വരുമ്പോൾ അവർക്ക് നോട്ട് കൊടുക്കണം, നമ്മൾ പ്രസംഗിക്കാനായിട്ട് കൃത്യമായി നമ്മളാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ എല്ലാ ഓഫീസിലും ആളുകളുണ്ട്, പക്ഷേ എങ്കിൽ പോലും ജലവകുപ്പിൽ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് നോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉടൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാനാണ് കൊടുക്കേണ്ടത്. ഞാൻ ഉടൻ തന്നെ എഴുതി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടത് പ്രേമേന്ദ്രൻ സാറിൻ്റെ ഓഫീസിൽ ഒരു വെറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് വെറ്റിംഗ് ഒന്നും നടക്കാതെ അപ്പം തന്നെ എവിടെ പോയി? CMൻ്റെ ഓഫീസിൽ പോയി. CMൻ്റെ ഓഫീസിൽ സീരിയസ് ആയി വെറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു വാക്ക് പോലും ഒരു അക്ഷരം പോലും അത് വെറ്റ് ചെയ്യാതെ പിറ്റേ ദിവസം കനകക്കുന്നിൽ ഞാനുമൊക്കെ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെ VS പ്രസംഗിച്ചു. അപ്പോൾ VSൻ്റെ ശൈലിയിലാണ് തയ്യാറായി കൊടുത്തത്. കോർപ്പറേറ്റ് വൽക്കരണത്തിനൊക്കെ എതിരെ ആഗോള VSൻ്റെ ശൈലിയുണ്ടല്ലോ. അപ്പോൾ ആ ശൈലിയിലായതുകൊണ്ടായിരിക്കാം അത് തെറ്റാതെ വന്ന് അതുപോലെ തന്നെ അവതരിപ്പി. പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളും അത് തന്നെയായിരുന്നു ടൈറ്റിലായി വന്നത്. എന്താണ് എഴുതിയത് എന്നൊരു ഓർമ്മ? അത് ഇതാണ്, ജലത്തിൻ്റെ സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണ കാലത്ത് ജലത്തിൻ്റെ സ്വകാര്യവൽക്കരണം അപകടമാണെന്നുള്ള നിലയിലാണ് പോയത്. അപ്പോൾ ജലനയത്തിൻ്റെ ആവശ്യം വെച്ചതുണ്ട്. അപ്പോൾ എൻ്റെ പത്ര കട്ടിങ്സ് പഴയതിവിടെ കാണണം. അപ്പോൾ ഇതൊരു അനുഭവമുണ്ട്. അപ്പോൾ VSനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ VS 2 കാലഘട്ടം കാണണം VSൻ്റെ ഭരണകാലത്ത്. ഒന്ന്, VS മുഖ്യമന്ത്രിയായത് വളരെ താമസിച്ചായിപ്പോയി. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളം വേറെ തരത്തിലേക്ക് മാറിപ്പോയി. ഇപ്പോൾ നിങ്ങളുടെ മറുനാടനിലെ സാജൻ ഒരു വീഡിയോ ചെയ്തു, ഈ ടെക്നോ പാർക്കിലൊക്കെ ഉള്ള സംവിധാനത്തിനൊക്കെ എന്താണ് അഡ്വാൻസ്ഡ് കാര്യങ്ങളിലൊക്കെ VS കൊണ്ടുവന്നില്ല, എതിര് നിന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രശ്നം എന്താണ്? 2 കാലഘട്ടമാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. VS വന്ന കാലഘട്ടം എന്ന് പറയുന്നത് 64 കാലഘട്ടം. തൊഴിലാളി വർഗ്ഗക്കാർ, പട്ടിണിക്കാർ, ഹരിജനമല്ല പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ, ദളിതന്മാർ, അവരുടെ ഒരു നേതാവായിട്ടാണ് VS എപ്പോഴും വന്നത്. പക്ഷേ 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് എന്താവുന്നത്? മുഖ്യമന്ത്രി ആവുന്നത്. അപ്പോൾ കാലം ഒരുപാട് ഒഴുകിപ്പോയി. ഇവിടെ ആഗോളവൽക്കരണത്തിൻ്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും IT വ്യവസായത്തിൻ്റെയും പുതിയ യുഗമായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്കാരന്. പക്ഷേ എങ്കിൽ പോലും അഴിമതിയില്ലാത്തൊരു നേതാവാണ്. മകൻ്റെയും മകളുടെയൊക്കെ കുഞ്ഞു ഈ പ്രമോഷൻ, അതുപോലെ കുഞ്ഞു പ്രശ്നങ്ങൾ, അല്ലാതെ വലിയ കോടിക്കണക്കിന് ഇവിടെ അഴിമതി നടത്തുന്ന ആളല്ല. പിന്നെ വലിയ ത്യാഗം സഹിച്ചിട്ടുണ്ട്. നമ്മളെന്ത് പറയുമ്പോഴും അച്ഛൻ 4-5 വയസ്സിൽ അമ്മ മരിച്ചുപോയി, 11 വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു, സമരത്തിൽ പങ്കെടുത്തു. പിന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ധാർഷ്ട്യമുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധാർഷ്ട്യമാണ്. ധാർഷ്ട്യം നമ്മൾ മറ്റൊരു ധാർഷ്ട്യമായിട്ട് കാണണ്ട. പിന്നെ എല്ലാത്തിനും ഒരു കർക്കശ നിലപാടുണ്ട്. മാത്രം അതിനേക്കാളൊക്കെ പ്രധാനം പുള്ളി
ഈ ഉമ്മൻചാണ്ടിയുടെ വേറെ ശൈലിയാണ്. ഉമ്മൻചാണ്ടി എപ്പോഴും കാരുണ്യത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഒരു സംഭവമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഇത് എവിടെ ദുഃഖമുണ്ടോ അവിടെ ഉണ്ട്. മതികെട്ടാൻ മലയിലാണെങ്കിലും പിന്നെ നമ്മുടെ എന്താണ് ഇതുണ്ടല്ലോ മറ്റേ CK ജാനുവിനെ മുത്തങ്ങ സമരത്തിലാണെങ്കിലും എവിടെയും VS ഉണ്ട്. ഒരു ദിവസം VS ആലപ്പുഴയിൽ വെച്ച് 4 സ്ത്രീകളെ 8 പോലീസുകാർ കൂടി ബലാത്സംഗം ചെയ്തു എന്നറിഞ്ഞപ്പോൾ രാത്രി 1 മണിക്ക് മറ്റാണ് അതിനകത്ത് വന്ന് MLA ആണ്. ഇതൊക്കെ ഞാൻ വായിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പം തന്നെ 1 മണിക്ക് തന്നെ ഇവിടെ നിന്ന് കാറെടുത്ത് ഡ്രൈവറെ കൊണ്ട് ഓടിപ്പിച്ച് ആലപ്പുഴ ചെല്ലുന്നു. അവർ പോലീസുകാരന്മാരെ അവരുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കും. പിറ്റേ ദിവസം CH മുഹമ്മദ് മറ്റാണ് മുഖ്യമന്ത്രി അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നു. 4 പേരെ സസ്പെൻഡ് ചെയ്യുന്നു പോലീസുകാരെ. അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഒരു വിഷയം അറിയുമ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ കാപട്യമില്ലാതെ, അതുപോലെ തന്നെ VSനെ കുറിച്ച് പറയുന്നത് വെട്ടിനിരത്തലിൻ്റെ ആളെന്നാണ്. പക്ഷേ അദ്ദേഹം നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വാഴ വെട്ടിനിരത്തി അത് ശരിയാണ്, പക്ഷേ അതാണ് കാർക്കശ്യത്തിൻ്റെ നിലപാട്. അപ്പോൾ അത്തരത്തിലൊരു വിപ്ലവകാരിയാണ്. പിന്നെ ചൈനീസ് ഗവൺമെൻറ്റിനുമായിട്ടുള്ള മറ്റേ യുദ്ധ സമയത്ത് അദ്ദേഹം രക്തം കൊടുത്തതിൻ്റെ പേരിൽ അപരാജ്യസ്നേഹിയാണല്ലോ, മറ്റുള്ളവരിൽ നിന്ന് ദേശസ്നേഹിയാണ്. അപ്പോൾ പലതരത്തിൽ പിന്നെ 2000-ന് ശേഷം പാർട്ടിക്കകത്ത് CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വലിയ പകയും വെട്ടി നിരത്തലും വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ 2000-ന് ശേഷം VS മാറിപ്പോയി. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം, ഞാനൊരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ CPMൻ്റെ ആരുമല്ല ഞാൻ, എന്നാലും ഞാൻ പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്നുള്ള VS ഒരു പാർട്ടി ഉണ്ടാക്കണമായിരുന്നു. VS ഒരു ഘട്ടത്തിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ VSൻ്റെ പാർട്ടി ആയിരുന്നതിനെ കേരളത്തിൽ കാണുന്നത്. കാരണം DYFI SFIക്കാരെല്ലാം ഇപ്പോൾ തോമസ് ഐസക്, MA ബേബി, എല്ലാ ശിവദാസ മേനോൻ, AK ബാലൻ, എല്ലാവരും അവസാനം ആരെ തള്ളിപ്പറഞ്ഞു? VSനെ തള്ളിപ്പറഞ്ഞു. എല്ലാവരും തള്ളിപ്പറഞ്ഞു. പക്ഷേ VS എന്ത് ചെയ്തുമില്ല. ഇവരെ കൂടെ നിർത്താനുള്ള ഗിമ്മിക്കുകൾ നടത്തിയുമില്ല. ഇപ്പോൾ കൃഷ്ണദാസ്, പാലക്കാട് കൃഷ്ണദാസ്, എല്ലാവരും, രാജീവ്, നമ്മുടെ ബാലഗോപാൽ, ആരെടുത്താൽ അവരെല്ലാം VSൻ്റെ ആളുകൾ. കാരണം VS ആണ് കൂടുതൽ ആദർശം പറയുകയും ആശയപരമായിട്ടൊക്കെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നത്. മറ്റത് CITU കടുകറ്റ് വേറൊരു പാർട്ടിയാണ്. അപ്പം അതിനകത്ത് എല്ലാ കാലത്തും പിന്നെ VSന് അർഹമായതൊന്നും ആ കാലത്ത് പാർട്ടി കൊടുത്തില്ല, തോപ്പിച്ചു, മാരാരിക്കുള്ള തോറ്റുപോകുക എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവേണ്ട ആവില്ല. കാരണം ഇവിടുത്തെ കരിങ്കൽ മാഫിയ, കോറി അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എൻ്റെ വാക്കല്ല, കോറി മാഫിയ, പിന്നെ അതുപോലെയുള്ള സ്വർണ്ണ മാഫിയ, ഇങ്ങനെ എല്ലാവരും പുള്ളി മുഖ്യമന്ത്രിയായ തീർന്നില്ലേ എന്നുള്ള നിലയിലൊക്കെ. പക്ഷേ അവസാനം വയസ്സുകാലത്തെങ്കിലും മുഖ്യമന്ത്രിയായി. പക്ഷേ വളരെ നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു കാർഷിക അങ്ങനത്തെ കാര്യങ്ങളിൽ കുറേ കൂടെ മെച്ചം വന്നു തന്നെ. പക്ഷേ പുള്ളിക്കാരനായപ്പോൾ വേറൊരു സമയമായിപ്പോയി, വേറൊരു ടൈമായിപ്പോയി. പക്ഷേ ഇനിയിപ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ആശയം കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ ബുദ്ധിസത്തിനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ബുദ്ധിസം കഴിഞ്ഞല്ലോ. ഓരോന്നിനും ഓരോ കാലഘട്ടം ഉണ്ടെന്ന് പറയും പോലെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു കാലഘട്ടം ഏകദേശം അവസാനിച്ചു. കാരണം ആ VS പോയതുകൊണ്ടല്ല, ഇനി പഴയതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് ഈ തൊഴിലാളി വർഗ സർവാധിപത്യ ആശയത്തിനൊന്നും ഇന്ത്യയിലും കേരളത്തിനൊരു സ്കോപ്പില്ല. അതുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഈ കോർപ്പറേറ്റിൻ്റെയും, ഞാൻ കുറ്റം പറഞ്ഞതല്ല, കോർപ്പറേറ്റിൻ്റെയും ആഗോള എല്ലാ സാധ്യതകളെയും പിണറായി എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം വലിയ വ്യവസായം വരട്ടെ, KRL വരട്ടെ, എല്ലാം പറയുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ VSൻ്റെ വേറൊരു രാഷ്ട്രീയക്കാരനാണ് VS. ഈ പ്രസംഗത്തിലേക്ക് തിരിച്ചു വന്നാൽ ആ പ്രസംഗം പിന്നീട് പത്രത്തിൽ വാർത്തയായി എന്ന് പറഞ്ഞു. അതിനുശേഷം VS വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അറിഞ്ഞിരുന്നോ അത് താങ്കളാണ്? VSൻ്റെ ഓഫീസിൽ അറിഞ്ഞിരുന്നു, ഞാനാണ് ഇത് ചെയ്തിരുന്നത് അറിഞ്ഞത്. പക്ഷേ VS വിളിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു ബന്ധമുള്ള ആളല്ല. ഞാനതാ പറഞ്ഞു, VS അങ്ങനെ, ഞാനും അങ്ങനെ, നമ്മളൊരു ഡ്യൂട്ടി ചെയ്തു എന്നതിനപ്പുറം പിന്നെ നമ്മൾ അങ്ങനെ ഒരു ബന്ധം വേണമെങ്കിൽ എനിക്ക് പോയി. അന്ന് ഷാജഹാനും ജോസഫും ഒക്കെ CMൻ്റെ അടുത്ത ആളായിട്ടുണ്ട്. ഷാജഹാനോട്ട് എനിക്ക് ജോസഫ് സിമിയാത്, ഷാജഹാൻ എനിക്ക് വ്യക്തിപരമായിട്ട് നേരത്തെ നല്ല പരിചയമുള്ള CDSലൊക്കെ ഉള്ളപ്പോഴേ എനിക്ക് പരിചയമുള്ളൂ. വേണമെങ്കിൽ എനിക്ക് പോയത് ആ ബന്ധമൊക്കെ മുതലാക്കും. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉള്ള ആളല്ല. നമ്മൾ 3-4 മന്ത്രിമാരോട് ജോലി ചെയ്തു, ഒരുപാട് IASകാരോട് ജോലി ചെയ്തു. പക്ഷേ വേറൊരു വ്യക്തിബന്ധം, അങ്ങനെ ഒരു ബന്ധം ഞാൻ പലപ്പോഴും സൂക്ഷിക്കാറില്ല. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നമ്മൾ തീർച്ചയായും നമ്മളെ ഏൽപ്പിച്ചു. അപ്പോൾ അത് ഉമ്മൻചാണ്ടിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിലൊരു അത്ഭുതം തോന്നിയത് ഇത് വെറ്റ് ചെയ്തില്ല. മറ്റേ സാധാരണ വെട്ടിക്കളഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ വയ്ക്കുന്നത്. പക്ഷേ ഇതാ ഒരു വരി പോലും, ഒരു വാക്ക് പോലും, ഒരു അക്ഷരം പോലും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ശൈലിക്കനുസരിച്ചാണ് ഞാൻ എഴുതി കൊടുത്തത്. അതേ ഞാൻ തന്നെ ഉമ്മൻചാണ്ടിൻ്റെ ശൈലിക്ക് ഉമ്മൻചാണ്ടിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു പേന കൊണ്ടാണ് രണ്ടും എഴുതുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതേ പറ്റുള്ളൂ. കാര്യം ഗവൺമെൻറ്റിൻ്റെ ശൈലി എന്താണോ അതാണല്ലോ നമുക്ക് ശമ്പളം തരുന്നത്. നമ്മളെ ഇസവും നല്ല നമുക്ക് താല്പര്യമൊന്നും ഡിപ്പാർട്ട്മെൻറ്റിലില്ല. നമ്മൾ ഗവൺമെൻറ് ആരാണോ അവരുടെയൊക്കെ എന്താണോ എഴുതി കൊടുക്കേണ്ടത്, രാഷ്ട്രീയമല്ലല്ലോ. അപ്പോൾ എഴുതി കൊടുക്കും. ഉമ്മൻചാണ്ടിക്ക് എഴുതുമ്പോൾ ഈ ആഗോളവൽക്കരണവും കോർപ്പറേറ്റ്വൽക്കരണവും സ്വകാര്യവൽക്കരണമൊന്നും കാണത്തില്ല. ഇദ്ദേഹത്തിന് എഴുതുമ്പോൾ അതായിരിക്കും കൂടുതൽ കാണുന്നത്. അവർ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മന്ത്രിമാർക്ക് എഴുതി കൊടുക്കാറുണ്ട്. അത് നമ്മൾ കൊടുക്കണം, അത് രഹസ്യമല്ല. പിന്നെ പലർക്ക് ലേഖനം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എഡിറ്റ് ചെയ്യും അവർ. നമ്മളെ ലേഖനം അതുപോലെ ഒന്നുമില്ല. അവരുടേതായ ഒരു കണ്ടൻറ് എടുക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവർക്ക് എഴുതി കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ഇത് എന്തായാലും ഈ പ്രസംഗം എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായതാണ്. കാരണം മാത്രമല്ല, ഇത് കൊടുക്കുമ്പോൾ പ്രേമേന്ദ്ര സാറിൻ്റെ ഓഫീസിലുള്ള കുറച്ച് പേർക്ക് അറിയാം, അവർ വഴിയാണല്ലോ പോണത്. അവരെൻ്റെ തോളിലൊക്കെ തട്ടി, കണ്ട അതാ തട്ടുന്നുണ്ടല്ലോ നിങ്ങളുടെ പ്രസംഗം. അപ്പോൾ ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം നമ്മൾ എഴുതുന്നൊരു പ്രസംഗം
അതുപോലെ തന്നെ മറ്റൊരാൾ പ്രസംഗിക്കുന്നു, ഒരു മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു, അത് അതുപോലെ പത്രത്തിൽ അടിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്, ഞാൻ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് എന്താണ് പ്രൊമോഷനും പെൻഷനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ പിന്നെ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആവേശം വരും, വീണ്ടും ജോലി ചെയ്യാനുള്ള ആവേശം വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ, പക്ഷേ പുള്ളി അങ്ങനെ ആ കാലത്തൊക്കെ വളരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു VS എന്ന് പറഞ്ഞാൽ പരുക്കനല്ല. മുഖ്യമന്ത്രി ഓഫീസിൽ നമ്മൾ പല ആവശ്യത്തിനും പോയിട്ടുണ്ട്, പിന്നെ മുഖ്യമന്ത്രി വകുപ്പിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പരുക്കനൊന്നുമല്ല. ഈ മുഖ്യമന്ത്രിയായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ മുഖ്യമന്ത്രി സ്വഭാവത്തിൽ പരുക്കനല്ല, പക്ഷേ അകത്ത് ഒരുപാട് പരുക്കുള്ള ആളാണ്. പരുക്കൻ ഇതാണ്, പ്രവൃത്തിയിലൊക്കെ ഒരുപാട് പരുക്കുള്ള. അപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ പദത്തിന് പോയല്ലോ, ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അതേസമയം ഇപ്പുറത്ത് പറഞ്ഞത് കൊലം കുത്തി എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹവും കമ്മ്യൂണിസ്റ്റും അല്ലേ പറയുന്നത്. ഇപ്പോൾ മാർക്സിസവും മാവോയിസവും നക്സലിസവും ഒക്കെ അതിൻ്റെ തീവ്രത കൊണ്ട് നമുക്ക് എതിർക്കാം. അവർ വലിയ തീവ്രമാണ്. പക്ഷേ ആശയം കൊണ്ട് അവരെ എതിർക്കുന്നത് എങ്ങനെ? അവർ നല്ലൊരു ലോകത്തിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അതിൻ്റെ തീവ്രത കൊണ്ട് നമുക്ക് എതിർക്കാം. പക്ഷേ ഇതാണ് വിഷയം. അപ്പോൾ VSനെ സംബന്ധിച്ചിടത്തോളം VS ഒരു എന്താ പറയുക, VSന് അംഗീകാരം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല, കിട്ടിയ സമയത്ത് കാലം മാറിപ്പോയി. പക്ഷേ എങ്കിലും ഇത് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷത്തായി ഒരുപാട് ആളുകളായി. അതുകൊണ്ട് കൊള്ളാം. എന്തായാലും സഖാവ് പോയി എന്ന് പറയും നമ്മൾ. പറയുമ്പോൾ അങ്ങനെ സഖാവ് മരിച്ചു പോയെന്ന് പറയുമല്ലോ എന്തായാലും. പക്ഷേ ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ആശയത്തിന് എന്ത് സംഭവിച്ചു? ഒരു വാക്ക് ലാസ്റ്റിലൊരു വാക്ക് പറഞ്ഞാൽ, നേരത്തെ ഇപ്പോൾ സുഗതകുമാരി ടീച്ചർ ഇങ്ങനെയുള്ള എല്ലാവരും പോയതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ പറയുന്ന സർവതന്ത്ര സ്വതന്ത്രമായി പരിസ്ഥിതി, സ്ത്രീ, ദളിത് എല്ലാം എന്തിനെ ആക്രമിച്ചാലും ഒരു ശബ്ദം ഇല്ല എന്നുള്ളൊരു കുറവ് ഒരുപാട് പേര് പോയല്ലോ. MP വീരേന്ദ്രകുമാർ, പിന്നെ സുകുമാർ അഴീക്കോട്, ഈ അച്യുതാനന്ദൻ, അതിൽ അവസാനം അച്യുതാനന്ദൻ, സുഗതകുമാരി ടീച്ചർ, ഏത് മേഖല എടുത്താലും ഇനി ഒരാളില്ല അങ്ങനെ. പരിസ്ഥിതി രംഗത്തുമില്ല, പൊളിറ്റിക്കൽ രംഗത്തുമില്ല. അരുതേ എന്ന് പറയാൻ ഒരാൾ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ കേൾക്കാനൊരു സമൂഹവും ഇല്ല ഇവിടെ. എന്തായാലും ശ്രീ സുഭാഷ് ചന്ദ്രബോസ് എഴുതി നൽകിയ പ്രസംഗം അതേപടി VS അച്യുതാനന്ദൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രസംഗിക്കുകയായിരുന്നു എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പത്രങ്ങളിലടക്കം പിന്നീട് വാർത്തയാവുകയും ചെയ്തു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.